ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മി കരഞ്ഞുകൊണ്ട് ഗീതുവിനോട് പറയാം, മോളെ, എല്ലാ സത്യങ്ങളും എല്ലാ രഹസ്യങ്ങളും ഒരു ദിവസം ഞാൻ നിന്നോട് പറയും, നിന്നോട് മാത്രമായിട്ട് പറയും. എനിക്ക് ഇത് ആരോടെങ്കിലും തുറന്ന് പറഞ്ഞേ മതിയാകും മോളെ. നീ ഉള്ളൂ എനിക്ക് ഇതെല്ലാം പറയാൻ. അങ്ങനെ അമ്മ പറയുന്നത് വരെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പം തന്നെ സത്യദാസ് എന്ന ഒരു ബോംബിൻ്റെ മുകളിലാണ് എൻ്റെ കുടുംബം. ആ പേടിയിലാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്നൊരു എൻ്റെ കുഞ്ഞിനെ ബലി കൊടുത്ത് എൻ്റെ ഭർത്താവിനെയും ബലി കൊടുത്ത് എല്ലാം വിധിയെന്ന് കരുതി ജീവിക്കാൻ എനിക്ക് കഴിയില്ലമ്മേ. അതുകൊണ്ട് ഞാനിതിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കും, എനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞ് ഗീതു ദേഷ്യപ്പെട്ട് ഇറങ്ങുക. മോളെ നിൽക്ക്, മോളെ ഗീതു, വേണ്ട, അമ്മ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ എന്നേക്കുമായ കണ്ണേട്ടന്, എൻ്റെ സ്വന്തം കണ്ണേട്ടനോട് ഇതൊന്നും ഞാൻ പറയരുതെന്ന് ഞാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ കണ്ണേട്ടനോട് ഇത് പറയാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയം വിജയലക്ഷ്മി, ഇതാണ് ഗീതുവിനോട് പറയാൻ പറ്റിയ സമയം, എല്ലാം തുറന്നു പറയാം എന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്കും ഗീതു കാറിൽ കയറി അങ്ങ് പോയി. ഗീതു പോയി കളഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മി സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക. ഈശ്വര, എല്ലാം തുറന്ന് പറഞ്ഞേ പറ്റൂ, ഗീതു എങ്കിലും എല്ലാം അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധികയാണ്. രാധിക ഇങ്ങനെ ഭാസ്കരൻ്റെ മുറിയിലേക്ക് നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഭാസ്കരേട്ടൻ എങ്ങനെ സിംഗപ്പൂർ കമ്പനിയുടെ ആളായി, ഒരു പിടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാസ്കരൻ വരിക. അല്ല, അവിടെ ഒരു മങ്ങിയ രൂപം, ആരാ അത്? അത് പിന്നെ ഞാനിവിടുത്തെ സെർവൻ്റാണ് സാർ എന്നും രാധിക സൗണ്ട് മാറ്റി പറയുക. ഓ, സെർവൻ്റ് ആയിരുന്നോ? ഞാൻ നേരത്തെ കണ്ടിരുന്നല്ലോ, ആ സെർവൻ്റാണോ? അതെ സാർ. അല്ല, എന്താ സെർവൻറ്റിൻ്റെ പേര്? അത് പിന്നെ രാക്കമ്മ. ഓ, രാക്കമ്മ എന്ന പാട്ട് കേട്ടിട്ടുണ്ട്, അതിലെ രാക്കമ്മയാണോ എന്നും ഭാസ്കരൻ. അല്ല സാർ, ഞാൻ വെറും രാക്കമ്മയാ. അല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ, രാക്കമ്മ സീരിയസ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. ഇയാളും പഴയ സ്വഭാവം ഇനിയും മാറ്റിയിട്ടില്ല, അയാൾക്കടെ ഒരു കോപ്പിലെ തമാശ എന്നും പറഞ്ഞ് രാധിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഈ സമയം നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാനിവിടെ വരുമ്പോൾ ഒരു രാധിക എന്ന് പറയുന്ന ഒരു സ്ത്രീ വീട്ടിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പം അവരെങ്ങും കാണുന്നില്ല. അല്ല, രാധികയെക്കുറിച്ച് വല്ലതും രാക്കമ്മയ്ക്കറിയോ? ഇല്ല സാർ, ഞാനിവിടെ വന്നിട്ട് കുറച്ചേ ആയുള്ളൂ, അതുകൊണ്ട് എനിക്കറിയില്ല. ആക്ച്വലി എന്തിനാ രാധികയെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്നും രാധിക ചോദിക്കുക. അത് കേട്ടതും, അവളെക്കുറിച്ചൊന്നും പറയണ്ട രാക്കമ്മ, അവളെ ഒരു ഭയങ്കര ക്രിമിനലായിരുന്നു. അത് കേട്ടതും രാധിക ഞെട്ടി. ഈശ്വര, ഇയാൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നേ? അപ്പോഴാണ് നമ്മുടെ ഗീതുവിൻ്റെ വരവ്. ഗീതു വരുന്നത് രണ്ടുപേരും കണ്ടില്ല. ഈ സമയം, അതെന്താണ് സാർ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അവളെ ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. മാധവൻ മുതലാളി എന്ന് പറഞ്ഞ ഒരാളും പിന്നെ അദ്ദേഹത്തിൻ്റെ മഹാലക്ഷ്മിയെ പോലുള്ള ഭാര്യയും രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നതിനിടയിലേക്ക് കയറി വന്നു. ഈ മാധവൻ്റെ പഴയ ഒരു സെറ്റപ്പായിരുന്നു രാധിക. അതിനുശേഷം അവൾ ആ വിജയലക്ഷ്മി എന്ന് പറയുന്ന മഹാലക്ഷ്മിയെ തള്ളിക്കളഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി കൂടിയതാ. ഈ വീട്ടിൽ ഞാൻ മുമ്പ് ഈ നാട്ടിൽ താമസിക്കുമ്പോൾ മാധവൻ നായരുടെ ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, ഗോവിന്ദ്. ഇപ്പോൾ രണ്ടുപേരെ കണ്ടു, അതായത് പ്രിയയും വരുണും. എൻ്റെ സംശയം മുഴുവനും ആ രണ്ട് മക്കളും മാധവൻ മുതലാളിയുടെ ആണോ ഇല്ലെങ്കിൽ രാധികയുടെ ആണോ എന്ന്, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് കേട്ടത്, ഈശ്വര, അയാൾക്ക് എന്തൊക്കെ അറിയണം. ഒരെണ്ണം നിങ്ങളുടെ മകൻ തന്നെയാ ഭാസ്കരേട്ടാ എന്നും രാധിക മനസ്സിലാലോചിക്കുകയാണ്. ഈ സമയം, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, അവളൊരു പക്കാ ക്രിമിനലാ. അവളെക്കുറിച്ച് ഓർത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. രാധികയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാ അവൾ മാധവൻ്റെ കൂടെ പോയത്. മാധവൻ്റെ കൂടെ പോയി അയാളുടെ മക്കളെ ഉണ്ടാക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അത് രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഗീത് വരിക. അങ്കിളിന് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഈ കുടുംബത്തിൻ്റെ ചരിത്രം കുത്തിപ്പൊക്കി ഇറങ്ങിയതാണോ അങ്കിള്? അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ വരുന്നതിന് മുമ്പുള്ള കാര്യം വല്ലതും ആണെങ്കിൽ നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാം എന്നൊക്കെ പറയണം. അത് കേട്ടതും രാധിക ടെൻഷൻ അടിച്ച് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു, അതെ, നിങ്ങൾ എന്ത് മണ്ടത്തരവാണ് കാണിക്കുന്നത്? രഞ്ജുവിൻ്റെ അച്ഛനാണെന്നും പറഞ്ഞ് വന്നിട്ട് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സോറി, സിംഗപ്പൂർ കമ്പനിയുടെ ഷേണായി ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ രഞ്ജുവിൻ്റെ അച്ഛനാണെന്ന് അറിയാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഞങ്ങളോട് മാത്രമേ നിങ്ങൾ സത്യം പറഞ്ഞിട്ടുള്ളൂ, വേറെ ആർക്കും സത്യം അറിയില്ല. സിംഗപ്പൂർ കമ്പനിയുടെ
മാനേജറിനെ ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ആരെങ്കിലും ചോദിക്കില്ലേ, പ്രത്യേകിച്ച് അതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്നൊക്കെ ഗീതു പറയാ. സോറി മോളെ, ഞാൻ പെട്ടെന്നുള്ള ഓരോരോ ആഗ്രഹം ഇതിൽ അതങ്ങ് പറഞ്ഞു പോയതാ. ഞാനേ ഒന്ന് രഞ്ജുവിനെ കണ്ടേച്ച് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോവുക. അപ്പം ഗീതു ഇത്രയും നാളും അയാൾ രഞ്ജുവിനെ ശിവ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ശിവ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ വരെ ശിവ എന്നാണ് പറഞ്ഞത്, ഇപ്പം അയാൾ രഞ്ജു എന്നാണ് പറഞ്ഞത്. അതെ, വർഷങ്ങളായി മനസ്സിലിട്ടുകൊണ്ട് കിടക്കുന്ന പേര് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും. കണ്ടുപിടിക്കും. ഇനി ഓരോ മുക്കിലും മൂലയ്ക്കും കാതു കൂർപ്പിക്കേണ്ടി വരും. എന്നാലേ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു ഇങ്ങനെ വീട്ടിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കുമാണ് നമ്മുടെ ഗോവിന്ദ് വരുന്നത്. അപ്പോൾ ഗീതു ആലോചിച്ചിരിക്കുന്ന കണ്ടിട്ട് എന്താ ഒരു ആലോചന? അതെ കണ്ണേട്ടാ, അതെ നല്ല ടയേർഡുണ്ട്, നമുക്ക് കിടന്നാലോ? എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഇന്ന് എന്താ ആഗ്രഹം? പൊറോട്ടയാണോ അതോ മസാല ദോശയാണോ? എന്നാലേ നമുക്കിതൊന്നും വേണ്ട, എന്നിട്ടൊരു നോൺ വെജിൽ പിടിച്ചാലോ? ഞാനൊരു നോൺ വെജ് ഉണ്ടാക്കുന്ന കട കണ്ടു വെച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അത് കേട്ടത് ഗീതു ഒന്ന് പോകണ്ണേട്ടാ, ഗർഭിണികളാണെങ്കിലേ എന്താ വിശപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ കണ്ണേട്ടൻ വിചാരിച്ചത്? എന്നാൽ കണ്ണേട്ടനെ തെറ്റി. ഞങ്ങൾക്ക് വേറെ പല ആഗ്രഹങ്ങളും ഉണ്ട്. എന്താ അത്? എന്താ കാര്യം? എന്നാ പറ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതിനുശേഷം ഗോവിന്ദൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിക്കുക. അപ്പോൾ ഗോവിന്ദ് നാണത്തോടെ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഗീതു എന്ത് മനസ്സിലായി? അതെ, എനിക്കെല്ലാം മനസ്സിലായി, പക്ഷെ ഈ സമയത്ത് അത് വേണോ എന്നും ഗോവിന്ദ് ചോദിക്കുക. അയ്യേ വൃത്തികെട്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മനസ്സിൽ ഏത് നേരം ഈ ചിന്തകൾ മാത്രമേ ഉള്ളൂ മനുഷ്യ എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ കുറേ ഇടിക്കുക. അയ്യോ ഇടിക്കില്ല ഗീതു, ശരി 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 സമ്മതിച്ചു, എന്താന്ന് പറ. അതെ, ഞാൻ ആ കാര്യം പറഞ്ഞാൽ കണ്ണേട്ട സാധിച്ചു തരുമോ? ഉറപ്പായിട്ട് സാധിച്ചു തരാം. എന്നാൽ സത്യം സത്യമായിട്ട് സാധിച്ചു തരാം. എന്നാലേ എനിക്കൊരു പാട്ട് കേൾക്കണം. അത് കേട്ടതും പാട്ടാ, പാട്ട് ഇപ്പം തന്നെ കേൾക്കണം, പാട്ട് കേൾക്കണമെന്ന് എൻ്റെ മോള് പറയുന്നു. അത് കേട്ടതും എന്നാൽ പിന്നെ അതിനുള്ളൊരു സമയവും സന്ദർഭവും ഒത്തു വരുമ്പോൾ ഞാൻ നിനക്ക് പാടിത്തരാം. അയ്യടാ, സമയവും സന്ദർഭവും ഒത്തു വരുമ്പോഴൊന്നും വേണ്ട, എനിക്ക് കണ്ണേട്ടനെ ഇപ്പം തന്നെ പാടിത്തരണം. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഈശ്വര ഇപ്പം വേണോ? വേണം. അതെ, രഞ്ജുൻ്റെ അച്ഛൻ ഇവിടെ ഉള്ളതല്ലേ, ചിലപ്പോൾ അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അയ്യടാ, ഇത് നമ്മുടെ വീടാ, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അയാളുടെ ആഗ്രഹം അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കാനും. എന്നാൽ ശരി, നീ മൊബൈൽ എടുക്ക്, അതിൻ്റെ വല്ല കരോക്കെ ഉണ്ടോ നോക്കാം, എന്നാൽ നമുക്ക് പാടാം. ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് ഫോൺ എടുക്കാനായിട്ട് പോവുക. പിന്നീട് അവർണകയാണ് കാണിക്കുന്നത്. അവർണകയാണെങ്കിൽ ഭയങ്കര ഫീലിങ്ങിലാണ്, ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രണയമാണല്ലോ തലയിലേക്ക് പിടിച്ചിരിക്കുന്നത്, അതും അജാസിനോട്. അതെ, അജാസിനെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അജാസിനെ വിളിച്ചു. കോള് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അജാസ് ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അജാസ് ഫോണിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. വേണ്ട, ഇനി അവർണികയെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. അങ്ങനെ ഫോൺ എടുത്ത അവർണികയ്ക്ക് ചിലപ്പോൾ എന്നോട് ഇഷ്ടം കൂടും, ആ ഇഷ്ടം ആപത്തിലേക്ക് ചെന്നെത്തും. നാളെ ജയിലിൽ പോയി കിടക്കേണ്ടവനാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം തകരാൻ പാടില്ല. അതിനു വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. അവർണികയുടെ കോൾ എടുക്കണ്ട, അപ്പം അയാൾക്ക് എന്നോട് ദേഷ്യവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അജാസ് ഫോൺ എടുത്തില്ല. ഈ സമയം അവർണിക ഈശ്വര എന്താ അജാസ് ഫോൺ എടുക്കാത്തെ? ഇനി അജാസ് വീട്ടിലില്ലേ? എന്തെങ്കിലും പറ്റിയോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുക. അജാസ് എന്താ ഫോൺ എടുക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ അജാസ് ഫോൺ എടുത്ത് നോക്കി. ഈ മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അത് അവിടെ തന്നെ വെച്ചു. ഈ സമയം ഈശ്വര മെസ്സേജ് നോക്കിയിട്ടില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് അന്വേഷിച്ചാലോ? ഈ രാത്രി അജാസിനെ കുറിച്ച് അന്വേഷിച്ചാൽ അത് തെറ്റിലേക്ക് പോകൂ. വേണ്ട, അത് ശരിയാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ട് വോയിസ് അടക്കുക. അജാസ്, ഞാൻ കുറേ നേരമായി വിളിക്കുന്നു, അജാസ് എന്താ ഫോൺ എടുക്കാത്തെ? അപ്പോൾ വോയിസ് മെസ്സേജ് വന്നത് അജാസ് കേട്ടു. ഇല്ല വർണിക, ഞാൻ ഫോൺ എടുക്കില്ല. നാളെ വേറൊരു പയ്യനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കേണ്ട ആളാണ് നീ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു വന്ന് വഴി തെറ്റിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അജാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അവർണികയ്ക്കിനി മറ്റൊരു പുരുഷനില്ല അജാസ് അല്ലാതെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണികയും ഈ സമയം പിന്നീട്
നമ്മുടെ വരുണിനെയാണ് കാണിക്കുന്നത്. അമ്മേ ദേ ഞാനേ അയാളുടെ കൂടെ കൂടി ഭാസ്കരൻ സത്യദാസിൻ്റെ കൂടെ ചേർന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം ഓക്കെ ആക്കുന്നുണ്ട്. അയാൾക്ക് എന്നെ അങ്ങോട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ താടിയിലും കവളത്തും ഒക്കെ തടകി നോക്കിയിട്ട് അയാളുടെ മോനെ പോലെ ഉണ്ട് എന്ന് എൻ്റെ ഈശ്വര, അയാൾ നിൻ്റെ അച്ഛൻ തന്നെയാടാ, അത് നിന്നോട് പറയാനുള്ള ശക്തി എനിക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ നിൽക്കുക. അമ്മേ ദേ ഒരു കാര്യം ഞാൻ പറയാം. അയാളെ പതുക്കെ കയ്യിലെടുത്ത് നമ്മൾ ഷേണായി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും കുറേ ഓർഡറുകൾ മേടിക്കുന്നു. അതിനുശേഷം അത് വേറെ ഇവിടെ നിന്നുള്ള പ്രോജക്റ്റുകൾ അയാൾക്ക് മറിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പണം തട്ടിയതിന് ശേഷം നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാമല്ലോ. അത് ശരിയാ മോനെ, അതെന്തായാലും ചെയ്യണം. പിന്നീട് സുവർണയാണ് കാണിക്കുന്നത്. സുവർണ ഫോൺ വിളിക്കുക വരുണിനെ. അപ്പോൾ വരുൺ അങ്ങോട്ട് മാറി നിൽക്കുക. ഹലോ, സുവർണ, എന്താ സുവർണ പറയും. ഇത് കേട്ടതും നമ്മുടെ രേഖ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വരുൺ അത് കണ്ടില്ല. അതെ വരുൺ സാർ, അത്യാവശ്യമായിട്ട് വരുൺ സാർ ഒന്ന് ഇങ്ങോട്ട് വരണം. ഞാൻ വരുൺ സാറിൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ റോട്ടിലുണ്ട്, അങ്ങോട്ടേക്കൊന്ന് വന്നാൽ മതി. ഈ സമയത്ത് സുവർണ എന്തിനാ വന്നേ എന്നും വരുൺ ചോദിക്കുക. സാർ, കാശ് കിട്ടുന്നൊരു കാര്യമുണ്ട്, അതിനു വേണ്ടിയാണ് സാർ ഞാൻ വന്നത്. എന്തായാലും നമ്മളത് ചെയ്തേ പറ്റൂ. നമുക്ക് കുറച്ച് കാശ് കിട്ടും. എൻ്റെ സുവർണ, എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ദേ ഞാൻ ഈ സമയത്ത് പുറത്തു പോയിന്ന് ആ രേഖ എങ്ങാനും ഗോവിന്ദേട്ടനോട് പറഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. എൻ്റെ സാർ, ദേ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല. ചേതൻ ഗ്രൂപ്പ് നമ്മളെ കൊല്ലാൻ വേണ്ടി നടക്കുക. നമ്മൾ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മളെ കൊല്ലും. അതുകൊണ്ട് ദേ പേടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പുറത്തിറങ്ങി കാശ് സംഘടിപ്പിച്ചില്ലെങ്കിൽ ചേതൻ ഗ്രൂപ്പ് കൊല്ലും. സാറ് പുറത്തിറങ്ങിയാലേ ഗോവിന്ദ് സാറ് കൊല്ലും. ദേ നമുക്കിപ്പോൾ പേടിക്കേണ്ടത് ചേതൻ ഗ്രൂപ്പിനെയാണ്. കാരണം ഗോവിന്ദ് സാറ് കൊല്ലുമൊന്നുമില്ല. ഗോവിന്ദ് സാറിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ എന്നൊക്കെ സുവർണ പറയുക. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ വരുൺ എന്താ ഇപ്പോൾ ചെയ്യുക. എന്നാൽ ശരി സുവർണ, ഞാൻ വരാം. സാർ പെട്ടെന്ന് വരണേ. ശരി സുവർണ, ഞാൻ വരാം. അപ്പോൾ രേഖ ഞെട്ടി സുവർണയെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. സമ്മതിക്കില്ല ഞാൻ, വിടില്ല ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ രാധികയുടെ അടുത്തേക്ക് ചെല്ലുക വരുൺ. അമ്മേ, രാത്രി കാശ് കിട്ടുന്നൊരു കാര്യം വന്നിട്ടുണ്ട്. ദേ സുവർണയെ ഇപ്പോൾ വിളിച്ചത്. എന്തോ പൈസ സംഘടിപ്പിക്കാനുള്ളൊരു കാര്യം ചെയ്തിട്ട് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. ഞാനും ഒന്നങ്ങോട്ട് ചെല്ലട്ടെ. അതിനുശേഷം വേണം ആ ചേതൻ ഗ്രൂപ്പുകാരുടെ പൈസ കൊടുക്കാൻ. അത് കേട്ടതും അതെന്തായാലും നന്നായി. പൈസ കിട്ടുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് ചെല്ലും മോനെ. എത്ര നാളെന്ന് വെച്ചാൽ ചേതൻ ഗ്രൂപ്പിനെ പേടിച്ച് ജീവിക്കുന്നേ. അതെ അമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയിട്ട് വരാമെന്ന്. ഏട്ടനും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് വെളിയിൽ പോയിന്ന് മാത്രം പറഞ്ഞാൽ മതി. സുവർണയുടെ കൂടെ പോയിന്ന് പറയരുതേ എന്നും പറയുക. ഈ സമയം വരുൺ അമ്മയുടെ യാത്ര പറഞ്ഞ് പോകാനിറങ്ങുമ്പോഴേക്കും രേഖ മുമ്പിൽ വരിക. ഈ പാതിരാത്രി വരുണേട്ടൻ എവിടേക്കും പോകില്ല എന്നും രേഖ. അത് കേട്ടതും അതിനെനിക്ക് നിൻ്റെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രാധിക, മോളെ രേഖയെ, അവൻ പോകുന്നത് നിൻ്റെയും നിൻ്റെ കുഞ്ഞിൻ്റെയും ഭാവി ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ. വേണ്ട, ഇയാൾ പോകുന്നത് സുവർണയെ കാണാനാണെന്ന് എനിക്കറിയാം. ഇയാൾ ഈ രാത്രി എവിടേക്കും പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ എൻ്റെ ആരാടി? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോവും, എപ്പോൾ വേണേലും പോവും. അതിൽ നീ എന്നെ ഒന്നും ഇതാക്കണ്ട, മനസ്സിലായല്ലോ? അത് കേട്ടതും വേണ്ട, നിങ്ങൾ പോകില്ല, നിങ്ങളെ പോകാൻ ഞാൻ അനുവദിക്കില്ല. മോളെ രേഖ, അവനെ വിട്ടേരെ, അവൻ പൊയ്ക്കോട്ടെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? മകനെ കൂട്ടിക്കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന നിങ്ങളുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്തൊക്കെ വർത്താനമാടി നീ പറയുന്നത്? വിടില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് ഈ രാത്രി എവിടേക്കും പോയില്ല. അത് കേട്ടതും നമ്മുടെ വരുൺ, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകും. എന്നെ തടയാൻ നീ ആരാടി? ഞാൻ നിങ്ങളുടെ ഭാര്യ. അതിന് നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ എൻ്റെ ഭാര്യയാവുന്നത്? ദേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കണം. നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആരോടും പറയാൻ പറ്റില്ല. അത് കേട്ടതും നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. നിന്നെ ഭാര്യയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല. പിന്നെ നിൻ്റെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യവും എനിക്കില്ല. അതുകൊണ്ട് നിന്നെ പേടിക്കാതെ ഞാനിവിടെ സമാധാനമായിട്ട് കഴിഞ്ഞോളാം എന്നും വരുൺ പറയുക. അത് കേട്ടതും ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ എൻ്റെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെങ്കിൽ
നിങ്ങൾ ഈ വീടിൻ്റെ പടി കടന്ന് പുറത്തു പോകില്ല. ഇത് രേഖയാ പറയുന്നത്. അത് കേട്ടതും രാധികയും വരുണും ഞെട്ടി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതെ, രേഖയുടെ കടുത്ത തീരുമാനം എന്തിനായിരിക്കും? രേഖ വരുണിനെ തടഞ്ഞു നിർത്തി ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഈ ദേഷ്യം മുഴുവനും ഗോവിന്ദനോടും ഗീതുവിനോടും രേഖ കാണിക്കും. അതെ പ്രേക്ഷകരെ, രേഖയുടെ മറ്റൊരു മുഖം. എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന ആ പാവത്തിനെ പറഞ്ഞിട്ടും കാര്യമില്ല. വരുണെന്ന രാക്ഷസന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും രേഖയ്ക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. അങ്ങനെയുള്ളപ്പോൾ രേഖ എങ്ങനെയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചാലും അതും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരുണിനെ ശിക്ഷിക്കണം. വരുണിന് അന്ത്യം കുറിക്കാനാണ് നമ്മുടെ ഭാസ്കരനും എത്തിയിരിക്കുന്നത്. സ്വന്തം മകനാണ്, പക്ഷെ രാധിക എന്ന രാക്ഷസിയുടെ മകനായതുകൊണ്ട് വരുണിന് ഇളവുകളില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.